ബ്യൂട്ടി സിൽക്സ് തൃപ്രയാർ 14-ാം വാർഷികം ആഘോഷിച്ചു. ഉപഭോക്താക്കളുടെ വിശ്വാസവും പിന്തുണയും കരുത്താക്കി മുന്നേറുന്ന ബ്യൂട്ടി സിൽക്സ് തൃപ്രയാർ തങ്ങളുടെ 14-ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. നാട്യ നിയോജക മണ്ഡലം MLA ഗീതാ ഗോപി വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഓണം സ്പെഷ്യൽ സാരി, ചുരിദാർ വിഭാഗങ്ങൾ സന്ദർശിച്ച MLA ഒരുക്കങ്ങളെയും വൈവിധ്യമാർന്ന കളക്ഷനുകളെയും അഭിനന്ദിച്ചു. ചടങ്ങിൽ CEO റാസിഖ് സെയ്ദ് മുഹമ്മദ് സ്വാഗതം ആശംസിച്ചു. ജനറൽ മാനേജർ അബ്ദുള്ള സെയ്ദ് നദ്വി അധ്യക്ഷത വഹിച്ചു. പ്രമുഖ സാഹിത്യകാരൻ ബാപ്പു വൽപ്പാട് ആശംസകൾ നേർന്നു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജീവനക്കാരുടെ നേതൃത്വത്തിൽ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശം ഉയർത്തിപ്പിടിച്ച ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. വിവിധ കലാപരിപാടികളും ആഘോഷങ്ങൾക്ക് കൂടുതൽ മിഴിവേകി. തുടർന്ന് വിവിധ പൊതുപരീക്ഷകളിൽ മികച്ച വിജയം നേടിയ സ്റ്റാഫ് അംഗങ്ങളുടെ മക്കളെ മൊമെന്റോ നൽകി ആദരിച്ചു. ജീവനക്കാരെയും കുടുംബാംഗങ്ങളെയും ഒരുമിപ്പിച്ച ആഘോഷം സാമൂഹിക പ്രതിബദ്ധതയും കുടുംബ മൂല്യങ്ങളും ഉയർത്തിക്കാട്ടുന്നതായി മാറി. ഉപഭോക്താക്കൾക്കായി പ്രത്യേക ഓണം ഓഫറുകളും പുതിയ സാരി, ചുരിദാർ കളക്ഷനുകളും അവതരിപ്പിച്ചുകൊണ്ടാണ് ബ്യൂട്ടി സിൽക്സ് തൃപ്രയാർ 14-ാം വാർഷികാഘോഷം ശ്രദ്ധേയമാക്കിയത്. ഹൃദയഭാഗത്ത് ഇത്രമാത്രം ജനകീയമായിട്ട് ബ്യൂട്ടി സിൽക്ക് എന്ന് പറയുന്ന സ്ഥാപനം ഈ തീരദേശത്തെ ഓരോ ജനങ്ങളുടെയും ഹൃദയത്തിലുണ്ട്. ഞാനതിനെ പറയാനുള്ള വലിയൊരു അർത്ഥമുണ്ട്. പലപ്പോഴായും ഞാൻ തന്നെ ഇവിടെ കയറി വരുമ്പോഴും ഇവിടുത്തെ സ്റ്റാഫുകളുടെ ഒരു സമീപനം പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ളതാണ്. നിങ്ങളെ ഇരുത്തിക്കൊണ്ട് മുഖസ്തുതി പറയുന്നത് ശരിയല്ലല്ലോ. നിങ്ങളുടെ ബിഹേവിയർ തന്നെയാണ് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഇടയ്ക്ക് ഇവിടെ വന്ന് പോകാനുള്ള കാരണം. പലപ്പോഴായിട്ടും പല രീതിയിലും പല ഘട്ടങ്ങളായിട്ട് എൻ്റെ ഫ്രണ്ട്സും ബന്ധുക്കളും ബന്ധങ്ങളും സുഹൃത്തുക്കളും എല്ലാവരും ഇവിടെ വരാറുണ്ട്. ഞാൻ ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവരൊക്കെ പറയും അവിടെ പോയാൽ നല്ലതാണ്, ഇരിക്കാൻ പറയും. പിന്നെ അത് മാത്രമല്ല, നമുക്കിഷ്ടമുള്ള തരത്തിൽ അവർ നമ്മളായിട്ട് സഹകരിക്കും. ഇതൊക്കെ ഒരു അഭിപ്രായം കിട്ടണമെങ്കിൽ ഒരു സ്ഥാപനത്തിന് MD മാത്രം വിചാരിച്ചാൽ പോലല്ലോ, നിങ്ങളും കൂടിയാണല്ലോ ഇതിൻ്റെ ജീവാത്മാക്കളും പരമാത്മാക്കളും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എൻ്റെ ലേഡീസിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനം ഈ അവസരത്തിൽ ഞാൻ നൽകുകയാണ്.